Welcome to class 11 physics for HSC, CBSE and ISC students. And we are seeing laws of motion chapter 5. And today this class is number 39, frictional force. അപ്പോൾ ഇത് +1 ഫിസിക്സ് ആണ്. CBSE, HSC, ISC സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. ലോസ് ഓഫ് മോഷൻ ചാപ്റ്റർ 5 ആണ് നമ്മൾ തുടർന്നു കൊണ്ടിരിക്കുന്നത്. അതിലെ ഫ്രിക്ഷൻ എന്ന് പറയുന്ന ടോപ്പിക്ക്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ കർഷണം എന്ന് മലയാളത്തിൽ പറയും, അല്ലെങ്കിൽ ഉരസൽ ബലം എന്ന് പറയും. കർഷണം അല്ലെങ്കിൽ ഉരസൽ ബലം, ഫ്രിക്ഷൻ എന്താണെന്ന് നമ്മൾ നോക്കുകയാണ്. ക്ലാസ് 11 ഫിസിക്സ്. ഫ്രിക്ഷൻ്റെ ഏറ്റവും സിമ്പിൾ ഡെഫിനിഷനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഫ്രിക്ഷൻ ഓർ ഫ്രിക്ഷണൽ ഫോഴ്സ്, the force which always opposes the motion of one body over another body in contact with it is called frictional force. ഏറ്റവും സിമ്പിൾ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. ദ ഫോഴ്സ് വിച്ച് ഓൾവേസ് ഒപ്പോസ് ദ മോഷൻ ഓഫ് വൺ ബോഡി ഓവർ ദി അതർ ബോഡി ഇൻ കോണ്ടാക്ട് വിത്ത് ഇറ്റ് ഈസ് കോൾഡ് ദ ഫ്രിക്ഷണൽ ഫോഴ്സ്. ഒരു വസ്തു രണ്ടാമത്തെ വസ്തുവിൻ്റെ പുറത്ത് ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ അത് ചലിക്കുമ്പോൾ, ഒരു വസ്തു രണ്ടാമത്തെ വസ്തുവിൻ്റെ പുറത്തിരിക്കുക അല്ലെങ്കിൽ അത് ചലിക്കുക, അപ്പോൾ അവ തമ്മിൽ ഒരു ഉരസൽ ബലം ഉണ്ടാകും, ഒരു കർഷണം ഉണ്ടാകും. ആ കർഷണത്തെ വിളിക്കുന്ന പേരാണ്, കർഷണം തന്നെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സിറ്റുവേഷൻ നമ്മൾ ഈ പടത്തിൽ കാണിച്ചിരിക്കുകയാണ്. ഒരു സർഫസാണ് താഴെ കാണുന്ന ലൈൻ, അതിൻ്റെ പുറത്തൊരു വസ്തു ഇരിക്കുകയാണ്. നമ്മൾ എഫ് എന്ന് പറയുന്നൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, ഫോഴ്സ് ഫ്രിക്ഷൻ കൊടുക്കുകയാണ്. ആ എഫ് എന്ന് പറയുന്ന ഫോഴ്സ് വലത്തിൽ കൊടുക്കുകയാണ്. പക്ഷെ വസ്തു മാറണമെന്നില്ല. താഴെ സർഫസുമായിട്ട് ഫ്രിക്ഷൻ ഉള്ളതുകൊണ്ട് വസ്തു മാറണമെന്നില്ല. അപ്പോൾ ഒരു റെസിസ്റ്റീവ് ഫോഴ്സ് ഓപ്പോസിറ്റ് പ്രവർത്തിക്കും. ഒരു ചെറിയ ഫോഴ്സ് കൊടുത്താൽ വസ്തു മാറില്ല. മാറത്തതിന് കാരണം എന്താണ്? അവിടെ ആ വസ്തുവും ആ സർഫസുമായിട്ട് ഒരു ഫ്രിക്ഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ബലത്തെ, ഉരസൽ ബലത്തെയാണ് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സഫീഷ്യൻ്റ് ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്യുകയും ആ വസ്തുവിനെ മുന്നോട്ട് നീക്കാൻ നമുക്ക് പറ്റുകയും ചെയ്യും. ഒരു ഫോഴ്സ് ഒരു പ്രത്യേക പരിധിക്ക് മുകളിൽ പോയി കഴിഞ്ഞാൽ ആ വസ്തു ചലിക്കും. അന്നേരം ഫ്രിക്ഷൻ, അപ്പോഴും ഫ്രിക്ഷൻ കാണും. ആ ഫ്രിക്ഷൻ നമ്മൾ അന്നേരം വേറെ പേര് കൈനറ്റിക് ഫ്രിക്ഷൻ എന്നാണ്. ഇരിക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുത്താലും ചലിക്കില്ല. അതിന് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. ആ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഏറ്റവും കൂടിയ വിലയെ വിളിക്കുന്ന പേര് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഒരു വസ്തു രണ്ടാമത്തെ വസ്തുവിൻ്റെ പുറത്ത് ഇരിക്കുമ്പോൾ അവിടെ ഫ്രിക്ഷനുണ്ട്. ആ ഫ്രിക്ഷൻ്റെ പേരാണ് സ്റ്റാറ്റിക്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ ഏറ്റവും കൂടിയ വിലയാണ് ആ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ആ ലിമിറ്റിംഗ് ഫ്രിക്ഷനിലും മുകളിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുകയാണ്, വസ്തു ചലിക്കും. അന്നേരം അതിനെ കൈനറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. അതെല്ലാം നമ്മൾ പറയാൻ പോകുന്നു ഇവിടെ. ഇപ്പോൾ ഫ്രിക്ഷൻ ഒന്നുകൂടി ഇവിടെ വിശദമാക്കുകയാണ്. When a block tends to move on the surface on a table, a force begins to act which opposes the motion of the block on the table. ഒരു ബ്ലോക്ക് ഒരു സർഫസിൽ ഇരിക്കുകയാണ്, ടേബിളിൽ ഇരിക്കുകയാണ്. നമ്മൾ ഫോഴ്സ് കൊടുത്താൽ ആ ബ്ലോക്ക് നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു എതിർ ഫോഴ്സ് അതിൽ ചലനത്തെ എതിർത്തുകൊണ്ട് വരും. ദ ഒപ്പോസിംഗ് ഫോഴ്സ് ഇസ് കോൾഡ് ദ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷൻ ഓർ ഫ്രിക്ഷണൽ ഫോഴ്സ് ഓർ സിംപ്ലി ഫ്രിക്ഷൻ. അപ്പോൾ ഒരു വസ്തു ഒരു മേശപ്പുറത്ത് വെച്ച് ചലിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആ ചലനത്തെ എതിർക്കുന്നൊരു ഫോഴ്സ് ഉണ്ട്, ഉരസൽ ബലം. അതിനെ ഫ്രിക്ഷണൽ ഫോഴ്സ് അല്ലെങ്കിൽ സിംപ്ലി ഫ്രിക്ഷൻ. വെൻ എ ബോൾ റോൾസ് ഓൺ ദി ഗ്രൗണ്ട്, ഇറ്റ് സ്ലോസ് ഡൗൺ ആൻഡ് ഫൈനലി കംസ് ടു റെസ്റ്റ് ഡ്യൂ ടു ഫോഴ്സ് ഫ്രിക്ഷൻ. ഒരു പന്ത് നമ്മൾ തറയിൽ ഉരുട്ടി വിട്ടാൽ അവസാനം പന്ത് നിൽക്കും, ഉരുണ്ട് കുറച്ച് നേരം പോയി നിൽക്കും. അതിന് കാരണം ആ തറയും ബോളുമായിട്ടുള്ള ഫ്രിക്ഷനാണ് ആ ബോളിൻ്റെ മോഷൻ എതിർത്ത് അതിനെ സ്റ്റോപ്പിൽ കൊണ്ടുവരുന്നത്. സിമിലർലി വെൻ വി സ്റ്റോപ്പ് പെഡലിംഗ് അവർ ബൈസിക്കിൾ ഓർ സ്വിച്ച് ഓഫ് ദി എഞ്ചിൻ ഓഫ് എ കാർ, their motions also get retarded due to friction. അപ്പോൾ നമ്മൾ ഒരു ബൈസൈക്കിൾ പെഡൽ ചെയ്യുന്നത്, ചവിട്ട് നിർത്തിയാൽ, ഒരു കാറിൻ്റെ എഞ്ചിൻ സ്റ്റോപ്പ് ചെയ്താൽ കാർ നിൽക്കും, ഓടുന്ന കാർ നിൽക്കും. സൈക്കിളിൻ്റെ പെഡലിങ് നമ്മൾ സ്റ്റോപ്പ് ചെയ്താൽ ആ സൈക്കിള് നിൽക്കും. അതിന് കാരണം ഈ കാറിൻ്റെ വീല്, സൈക്കിളിൻ്റെ വീല് ഈ റോഡുമായിട്ടുള്ള ഫ്രിക്ഷൻ മൂലമാണ് അത് നിൽക്കുന്നത്, കുറേ കറങ്ങി നിൽക്കുന്നത്. ഇനി കോസ് ഓഫ് ഫ്രിക്ഷൻ. എന്താണ് ഈ ഫ്രിക്ഷൻ്റെ കാരണം? ഈ ഒരു വസ്തു രണ്ടാമത്തെ വസ്തുവിൻ്റെ പുറത്ത് ഇങ്ങനെ ഉരസുമ്പോൾ, ചലിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടെ അത് റെസ്റ്റിലായിരിക്കുമ്പോൾ ഫ്രിക്ഷൻ വരാനുള്ള കാരണം എന്താണ്? കോസ് ഓഫ് ഫ്രിക്ഷൻ. Friction is basically due to roughness of two surfaces in contact.
രണ്ട് പ്രതലങ്ങളുടെ ആ പരുക്കൻ സ്വഭാവം അതാണ് ഫ്രിക്ഷൻ്റെ കാരണം. രണ്ട് പ്രതലങ്ങൾ പരുവരുത്താണെങ്കിൽ ഫ്രിക്ഷൻ കൂടുതലായിരിക്കും. നമുക്കറിയാമല്ലോ മിനുസമുള്ള സ്ഥലത്ത് ആ ഫ്രിക്ഷൻ കുറവാണ്. ഫ്രിക്ഷൻ ഡിപ്പെൻസ് ഓൺ ദി നേച്ചർ ഓഫ് ദി സർഫസ് ഇൻ കോണ്ടാക്ട്. ഈ കോണ്ടാക്റ്റിലുള്ള പ്രതലങ്ങളുടെ നേച്ചർ, റഫ്നെസ് അല്ലെങ്കിൽ അതിൻ്റെ സ്മൂത്ത്നെസ്, അതിനെ ആശ്രയിച്ചിരിക്കും ഫ്രിക്ഷൻ. വെൻ സഫിഷ്യൻ്റ് ഫോഴ്സ് ഈസ് അപ്ലൈഡ്, മതിയായ ഫോഴ്സ് കൊടുത്താൽ, വെൻ സഫിഷ്യൻ്റ് ഫോഴ്സ് ഈസ് അപ്ലൈഡ് ദ ഇൻ്റർലോക്സ് ആർ ബ്രോക്കൺ. ഇവയെങ്കിലും പിടിച്ചിരിക്കുന്ന ഒരു ഇൻ്റർലോക്ക് ഉണ്ട്. ഒരു വസ്തു മറ്റതിൻ്റെ പുറത്തിരിക്കുമ്പോൾ ഈ ഉരസല ബലം ഉണ്ടാക്കുന്നത് കാരണം സർഫസ് തമ്മിൽ ഒരു ഇൻ്റർലോക്കിംഗ് ഉണ്ട്. ദ ഇൻ്റർലോക്സ് ആർ ബ്രോക്കൺ ആൻഡ് സോ ബോഡി ബിഗിൻസ് ടു മൂവ്. ഡ്യൂറിങ് മോഷൻ സം കമ്പാരിറ്റീവ്ലി വീക്കർ ഇൻ്റർലോക്സ് ആർ ഫോംഡ് കണ്ടിന്യൂസ്ലി. ചലിക്കുമ്പോഴുണ്ടാകും ഈ സർഫസ് തമ്മിലൊരു പിടുത്തം, ഒരു ഇൻ്റർലോക്കിംഗ് ഉണ്ടാകും. അക്കോർഡിംഗ് ടു മോഡേൺ തിയറി, ദ ഫ്രിക്ഷൻ ഇസ് ഡ്യൂ ടു ദ മോളിക്കുലർ ഇൻട്രാക്ഷൻസ് ഓഫ് ദി സർഫസസ് അറ്റ് ദി പോയിന്റ് ഓഫ് ആക്ച്വൽ കോണ്ടാക്ട്. ഈ വസ്തുക്കൾ മുട്ടുമ്പോൾ ഈ മോളിക്യൂൾസ് തമ്മിലുള്ള ഇൻട്രാക്ഷനാണ് ഈ ഫ്രിക്ഷൻ്റെ കാരണം എന്നാണ് പറയുന്നത്, മോഡേൺ തിയറി പറയുന്നത്. നമ്മൾ പറഞ്ഞു സർഫസിൻ്റെ സ്മൂത്ത്നെസ് അല്ലെങ്കിൽ റഫ്നെസ് മൂലമാണ് ഫ്രിക്ഷൻ ഉണ്ടാകുന്നത്. മാത്രമല്ല ഈ മോളിക്കുലർ ഇൻട്രാക്ഷൻ ഈ ഫ്രിക്ഷൻ്റെ കാരണമാണ്. അക്കോർഡിംഗ് ടു മോഡേൺ തിയറി, ദ ഫ്രിക്ഷൻ ഇസ് ഡ്യൂ ടു മോളിക്കുലർ ഇൻട്രാക്ഷൻ ഓഫ് ദി ടു സർഫസസ് at the point of actual contact. So you look here, when sufficient force is applied, the interlocks are broken and so body begins to move. During the motion, some comparatively weaker interlocks are formed continuously. According to modern theory, the friction is due to the molecular interactions of the two surfaces at the point of actual contact. Now we see types of friction. ഏതെല്ലാം തരത്തിലുള്ള ഫ്രിക്ഷനാണ് ഉള്ളത്? The friction between two surfaces may be divided into three categories. മൂന്ന് തരത്തിൽ നമുക്ക് ഭാഗിക്കാം. Three types of friction. One is static friction, other is kinetic friction, and the third is rolling friction. What is static friction? When a body is in contact with a surface, when a body is in contact with a surface at a rest and no external force is applied, the force of friction is zero. ഒരു വസ്തു രണ്ടാമത്തെ പുറത്ത് റെസ്റ്റിലാണ്, എക്സ്റ്റേണൽ ഫോഴ്സ് ഇല്ല എങ്കിൽ അവിടെ ഫ്രിക്ഷണൽ ഫോഴ്സ് സീറോ ആയിരിക്കും. When a small force is applied on the body, the force of friction starts acting on the body in a direction opposite to it. അപ്പോൾ ഇരിക്കുന്ന വസ്തുവിൻ്റെ പുറത്ത് ഒരു ഫോഴ്സ് കൊടുത്താൽ അതിനെതിരെ ഫ്രിക്ഷൻ പ്രവർത്തിക്കും. ഓപ്പോസിറ്റ് ടു ബോഡി ടു ദി ടെൻഡൻസി ഓഫ് മോഷൻ. വസ്തു എങ്ങോട്ട് പോകാനായിട്ട് ടെൻഡൻസി ഉണ്ടാകും, അതിനെതിരെ പ്രവർത്തിക്കും. സോ ഫാർ ദി ബോഡി റിമൈൻസ് അറ്റ് റെസ്റ്റ്. ഇപ്പോൾ ഒരു വസ്തു മറ്റേ പുറത്ത് റെസ്റ്റിലാണ്, നമ്മൾ തള്ളുമ്പോൾ അത് സൈഡിലേക്ക് പോകില്ല, അതിന് എതിർക്കും. ആ എതിർക്കുന്ന ബലത്തെ ഫ്രിക്ഷണൽ ഫോഴ്സ് എന്ന് പറയും. The force of friction is equal to the applied force and it is called static friction. ഇപ്പോൾ ഒരു വസ്തു ഇരിക്കുമ്പോൾ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്, വസ്തു മാറുന്നില്ല, കാരണം ഫ്രിക്ഷനാണ് കാരണം. അപ്പോൾ അന്നേരം വരുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയും. റെസ്റ്റിലുള്ള വസ്തു അതിൽ ഫോഴ്സ് കൊടുത്താൽ ഫ്രിക്ഷണൽ ഫോഴ്സ് എതിരായിട്ട് വരും. ആ വരുന്ന ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ്, ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. When a body is at rest, the force of friction is called the static friction and is always equal and opposite to the applied force. That is the definition of static friction. When a body is at rest, the force of friction is called the static friction. ഒരു വസ്തു റെസ്റ്റിലാണെങ്കിൽ ഫോഴ്സ് ഓഫ് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. ആൻഡ് ദിസ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഓൾവേസ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ടു ദി അപ്ലൈഡ് ഫോഴ്സ്. ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ അപ്ലൈഡ് ഫോഴ്സിന് തുല്യമാണ്, എതിരാണ്, ഓപ്പോസിറ്റാണ്. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ, ഇത് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഒരു കേസാണ്, അതുകൊണ്ട് രണ്ടാമത്തായിട്ട് പറയത്തില്ല. മൂന്നുതരം ഫ്രിക്ഷനാണ്: സ്റ്റാറ്റിക്, കൈനറ്റിക്, റോളിംഗ്. അപ്പോൾ ഇത് സ്റ്റാറ്റിക്കിൻ്റെ മാക്സിമം വാല്യൂ ആണ്. ഈ വസ്തു ജസ്റ്റ് മൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള പരമാവധി സ്റ്റാറ്റിക് ഫ്രിക്ഷനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. Limiting friction. When the external force is increased slowly, the value of static friction
frictional force also increases, and a stage comes when the body is just at the state of moving. അപ്പോൾ വസ്തുവിൽ നമ്മൾ ഫോഴ്സ് കൊടുക്കുകയാണ്, സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഉണ്ട്. ഈ ഫോഴ്സ് കൂട്ടിയാൽ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ കൂടും. ഒരു പ്രത്യേക പരിധിയിലെത്തുമ്പോൾ ആ വസ്തു ജസ്റ്റ് അങ്ങോട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രമിക്കും. മൂവ് ചെയ്യാൻ കാണാം. ആ ജസ്റ്റ് മൂവ് ചെയ്യുന്നതിന് മുമ്പുള്ള പരമാവധി സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അതിനെ വിളിക്കുന്ന ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. Limiting friction is the maximum value of static friction. After that, the body moves, slides. So, the force of friction which acts when a body is just at the verge of sliding on the surface is called limiting frictional force or limiting friction. But just slide ചെയ്യുക, മൂവ് ചെയ്യാൻ പോകുമ്പോൾ ഉള്ള സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, അപ്പോൾ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ്റെ മാക്സിമം വാല്യൂ, അതിനെ വിളിക്കുന്ന പേരാണ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ദി മാക്സിമം വാല്യൂ ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. നമ്പർ 2, കൈനറ്റിക് ഫ്രിക്ഷൻ. അപ്പോൾ കൈനറ്റിക് ഫ്രിക്ഷന് പല പേരുണ്ട്. കൈനറ്റിക് ഫ്രിക്ഷൻ ഓർ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ഓർ ഡൈനാമിക് ഫ്രിക്ഷൻ, ചലിക്കുമ്പോഴുള്ള ഫ്രിക്ഷനാണ് kinetic or sliding friction. When external force exceeds the limiting friction, the body begins to move on the surface. Then the force of friction is called the kinetic friction. So you understand the kinetic friction. It is also called sliding friction or dynamic. When external force exceeds the limiting friction, the body begins to move on the surface. Then the force of friction is called the kinetic friction. Kinetic friction is also called dynamic friction or sliding friction. The kinetic friction is constant whatever be the velocity of the body may be, and is always less than the limiting friction. Limiting ഫ്രിക്ഷനേക്കാൾ കുറവായിരിക്കും kinetic friction. ഒരു വസ്തു ചലിക്കുന്നിടത്തോളം കാലം kinetic friction ഉണ്ടാകും, പക്ഷെ വെലോസിറ്റി ആശ്രയിക്കത്തില്ല. kinetic friction is constant whatever be the velocity of the body. A graph showing the variation of force of friction with the applied force is shown in the figure. In the figure, FL is limiting friction and FK is kinetic. ഇതാണ് ഫ്രിക്ഷൻ്റെ ഗ്രാഫ്. അപ്ലൈഡ് ഫോഴ്സ് ആണ് എക്സ് ആക്സിൽ കാണിച്ചിരിക്കുന്നത്. അപ്ലൈഡ് ഫോഴ്സ് F is shown on the x axis and force of friction is shown on the y axis. When the applied force increases, frictional force increases, and at the point A it is maximum, and at the point A the corresponding friction is called FL, limiting friction. And when it moves, the friction becomes kinetic, and kinetic friction is less than the limiting friction. At B, the friction is kinetic. Kinetic friction is less than the limiting friction. So the graph is showing frictional force and applied force are shown. Applied force F is taken on the x-axis and the friction is taken on the y-axis. The graph is a straight line. The meaning is when we apply force, the friction also increases, and the maximum value of friction, static friction, is called limiting friction, that we have marked as FL corresponding to point A. And just below there is kinetic friction. When the body moves, the friction decreases slightly, and becomes kinetic. Kinetic friction is shown by the point B. This is the graph. Kinetic friction. What is kinetic friction? The second friction. Next is rolling friction, the third one. So kinetic friction is over. Now rolling friction. It is defined as the friction that comes into play when the body is like a ring, a disc, a sphere or cylinder rolls or tends to roll over the surface of another body. ഒരു വസ്തുവിനെ പുറത്ത് രണ്ടാമത്തെ വസ്തു ഉരുണ്ടുപോയാൽ, ഒരു റിങ് അല്ലെങ്കിൽ ഒരു ഡിസ്ക്, ഒരു സ്പിയർ ഉരുണ്ടുപോയാൽ, ഒരു സിലിണ്ടർ ഉരുണ്ടുപോയാൽ, റോൾ ചെയ്ത് പോയാൽ അവിടെ വരുന്ന ഫ്രിക്ഷനെ വിളിക്കുന്ന റോളിംഗ് ഫ്രിക്ഷൻ. റോളിംഗ് ഫ്രിക്ഷൻ. It is found that rolling a body on the surface of another body is easier than sliding off the body of the same surface. അതായത് ഒരു വസ്തു നമ്മൾ വലിച്ചുകൊണ്ട് സ്ലൈഡ് ചെയ്തുകൊണ്ട് പോകുന്നതിനൊക്കെ എളുപ്പമാണ് റോൾ ചെയ്തുകൊണ്ട് പോകാൻ, ഉരുട്ടിക്കൊണ്ട് പോകാനായിട്ട്. അതിൻ്റെ കാരണം റോളിംഗ് ഫ്രിക്ഷൻ സ്ലൈഡിംഗ് ഫ്രിക്ഷനേക്കാൾ കുറവായതുകൊണ്ടാണ്. It is found that FR, limiting friction greater than, kinetic friction greater than rolling friction, FR. Of the three types of friction,
rolling friction is the smallest and limiting friction is the highest. And limiting friction can vary from 0 to limiting friction is a case of static friction Fs, and Fs can vary from 0 to Fl. Fl is the limiting friction, which is the maximum value of static friction. Rolling friction is less than the sliding friction. That is why we say it is easy to roll a body over a surface than to slide it. ഒരു ടയർ അല്ലെങ്കിൽ ഒരു സിലിണ്ടർ ഒരു സർഫസിലൂടെ ഉരുട്ടിക്കൊണ്ട് പോകുന്നതാണ് വലിച്ചു കൊണ്ടുപോകുന്നതിനൊക്കെ എളുപ്പം. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആ ഒരു സെൻറ്റൻസ് ആണ് പറയേണ്ടത്. റോളിംഗ് ഫ്രിക്ഷൻ ഈസ് ലെസ് ദാൻ ദ സ്ലൈഡിംഗ് ഫ്രിക്ഷൻ. ഇപ്പോൾ ഫ്രിക്ഷൻ ഉണ്ടെങ്കിൽ ഒരു കോയഫിഷ്യൻ്റ് കോയഫിഷ്യൻ്റ് നമ്മൾ പറയാൻ പോകുന്നേ ഉള്ളൂ. അതുകൊണ്ട് പറയാം കോയഫിഷ്യൻ്റ് ഓഫ് റോളിംഗ് ഫ്രിക്ഷൻ ഈസ് മച്ച് സ്മോളർ ദാൻ കോയഫിഷ്യൻ്റ് ഓഫ് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. ഇപ്പോൾ റോളിംഗ് ഫ്രിക്ഷൻ ഈസ് സ്മോളർ ദാൻ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ. സിമിലർലി sliding friction. Similarly, rolling friction is coefficient of rolling friction is smaller than coefficient of limiting friction. Limiting friction, you remember, is the maximum value of static friction. That is all with your 39th class on class 11 physics. Thank you very much.